പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന വിവരങ്ങൾക്കിടെയും അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ഉറി, കുപ്വാര, അഖ്നൂർ മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പും നടത്തി. ഇതിനിടെ ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞു. സിന്ധു നദീജലം തടസ്സപ്പെടുത്തിയാൽ ആക്രമണമായി കണക്കാക്കുമെന്നും ആദ്യം ആക്രമണം നടത്തുന്ന നയം ഇല്ലെന്നും പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള ഭീകരർക്ക് പാകിസ്ഥാൻ കനത്ത സുരക്ഷ ഒരുക്കിയതായി റിപ്പോർട്ടുണ്ട്. ഇതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ എണ്ണത്തിൽ വ്യക്തതയായി. 6 പേരെയാണ് ഇന്ത്യ തെരയുന്നത്. ഇതിൽ 4 ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. മറ്റ് 2 പേർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. ഈ 6 ഭീകരർക്കായാണ് അനന്ത്നാഗ് മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇവർ ജമ്മുവിലേക്ക് കടക്കുന്നത് തടയാനാണ് ശ്രമം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അനന്ത്നാഗ് മേഖല സൈന്യം വളഞ്ഞത്. 2027 ഒക്ടോബറിൽ നടന്ന സേന മാർഗറ്റ് ടണൽ അറ്റാക്കിനും ഇതേ തീവ്രവാദി സംഘത്തിന് ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്ന ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി. ഭീകരർക്ക് ലഭിക്കുന്ന പ്രാദേശിക സഹായം തടയുന്നതിന് പ്രഥമ പരിഗണന. ഇവർക്കെതിരെ കടുത്ത നടപടി തുടരും. നാട്ടുകാരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇത്തരക്കാരെ കണ്ടെത്താൻ ശ്രമം തുടരും. ജനവികാരമെതിരാകാതെ നടപടികൾ തുടരാനും തീരുമാനം. നേരത്തെ ഭീകരരുടെ വീടുകൾ തകർത്ത നടപടി ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിയിരുന്നു. അതേസമയം സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും റൂബിയോ സംസാരിച്ചു. ഭീകരാക്രമണത്തിൻ്റെ അന്വേഷണത്തിൽ സഹകരിക്കാൻ പാകിസ്ഥാനെ US ഉപദേശിച്ചു.